അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ ടാപ്പിംഗ് തൊഴിലാളികളാണ്. അപ്പോൾ ഞങ്ങളിന്ന് റബ്ബർമേ പ്ലാസ്റ്റിക് ഇടാനായിട്ട് ഇറങ്ങിയിരിക്കണം. അതായത് ഞങ്ങൾക്ക് ഇനിയുള്ള കാലത്ത്, അതായത് മഴക്കാലമാണ്. അപ്പോൾ പിന്നെ ജോലി വേണമെന്നുണ്ടെങ്കിൽ, പണി വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഇടണം. പ്ലാസ്റ്റിക് ഇട്ടാലേ പാൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ വെള്ളത്തിലാവും. അപ്പോൾ അതിൻ്റെ പണിക്കായിട്ടാണ് ഞങ്ങൾ, അതിൻ്റെ പണിയിലാണ് ഇപ്പോൾ. നമ്മളെ സുഹൃത്ത് മുന്നിൽ അതിൻ്റെ ടാറും കൊണ്ട് പോകുന്നുണ്ട്, നടക്കേണ്ട അടിക്ക്. ഞാൻ അതേമാതിരി എൻ്റെ ബാക്കിൽ അപ്പോൾ ഞങ്ങളങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ സുഹൃത്ത് നാസർ ഡാർമിലിനൊക്കെ വെച്ച് തീയൊന്ന് ചെറുങ്ങനെ ചൂടാക്കണം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഡാറെടുക്കാൻ വേണ്ടിയുള്ള പാത്രമാണത്. എല്ലാ സെറ്റപ്പിലും ചെയ്യും സുഹൃത്ത്. അതാണ് നാസർ. അപ്പോൾ തീയൊക്കെ കൊടുത്ത് ഞാൻ ഒപ്പോട്ടുണ്ട്. ഞാൻ ഡാറിൻ്റെ ടിന്നൊക്കെ പൊട്ടിച്ച് അതിനെടുക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നെ ചുരണ്ടാനായി തുടങ്ങി. അതായത് ഡാറ് പശ തേക്കണം എന്നുണ്ടെങ്കിൽ ചുരണ്ടണം. ഇങ്ങനെ അപ്പോട്ടെ ചുരണ്ടണ മാതിരി ചുരണ്ടണം. അപ്പോൾ നമുക്ക് ഡാറൊക്കെ തേച്ച് അതിന് പശ തേച്ച് നാടടിച്ച് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. അപ്പം അങ്ങനെ നല്ല പണിക്കാരനാണ്, ഉത്തരവാദിത്തപ്പെട്ട പണിക്കാരാണ്. അപ്പോൾ അതേമാതിരി ഞങ്ങൾ സ്റ്റാപ്പറും അതേമാതിരി നാട ഒക്കെ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി പ്ലാസ്റ്റിക് എടുക്കണം. പ്ലാസ്റ്റിക് എടുത്ത് അയച്ച് ലെവലാക്കണം. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. അങ്ങനെ പ്ലാസ്റ്റിക് എടുത്ത് അയച്ച് ഓരോരോ ഒരു 4 വരി ഇടയിൽ വെച്ച് പ്ലാസ്റ്റിക് കൊണ്ടുപോയിടും. അവിടുന്ന് ഒരു നിർത്തം കണ്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്ത് കണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് ഞങ്ങൾ ഓരോരോ ഇതിൽ കൊണ്ടുപോയിടും അല്ലേ? അങ്ങനെ പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഞാൻ അവിടെ കൊണ്ടുവരുന്നു. ഇത് നമ്മളെ ആസാനാണ്. നമ്മളെ പ്ലാസ്റ്റിക് ഇടയിലും എല്ലാത്തിനുള്ള ഒരു ആസാനാണ്. എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചെടുക്കണം. എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്യും. കുറച്ചെടുത്ത് കട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ കവറ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് സുന്ദരേട്ടൻ അത് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഷീറ്റ് അതേമാതിരി 4 വരി ഇടട്ടിട്ട് അവിടെ കൊണ്ടുപോയിടും. അപ്പോൾ ഇനി ഞങ്ങൾ തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ഇനി അപ്പോട്ടം അവിടെ പശ തേക്കുന്നുണ്ട്. പശ തേച്ച് കഴിഞ്ഞാൽ അപ്പോട്ടം പശ വെക്കാനൊക്കെ ഉസാറാണ്. കറക്റ്റായിട്ട് എടുക്കും. അതായത് ജോലി പറഞ്ഞ പണി പറഞ്ഞാൽ അത്ര ഉസാറായിട്ട് എടുക്കുന്ന ഒരാളില്ല പശക്കാൻ. പിന്നെ അനീഫാക്ക അതും അതേമാതിരി കേട്ടോ, കട്ടക്ക് കട്ടാണ് 2 പേരും. അപ്പോൾ അനീഫാക്ക അതേമാതിരി പശ തേക്കാൻ തുടങ്ങി. പശ അങ്ങനെ തേച്ച് കൊണ്ടിരിക്കണം അനീഫ. അനീഫ ഭയങ്കര ഫാസ്റ്റുള്ളൊരാളാണ്. തുടക്കത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങാനിവിടെ. ഇനി കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഇതേമാതിരി പ്ലാസ്റ്റിക് ഇടാനുണ്ട്. അപ്പം ഞങ്ങൾ തുടക്കമാണ്. മാസം ഇതേമാതിരി അതിൻ്റെ മുകളിൽ കൂടെ, പശുവിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ കവറിടുന്നുണ്ട്. നിറഞ്ഞ് കറക്റ്റായിട്ട് നിറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് അതേമാതിരി സുന്ദരേട്ടൻ അതേമാതിരി കവർ നിറയുന്നുണ്ട്. പശമ്മ അപ്പുറത്ത് അനീഫാക്ക പശ തേക്കുന്നുണ്ട്. അപ്പോൾ സുന്ദരേട്ടൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുന്ദരേട്ടൻ കുറേ കാലങ്ങളോളം ഈ പണി കുറേ എടുത്ത ആളാണ്. ആ ഒരു എക്സ്പീരിയൻസാണ്. ഫാസ്റ്റാണ്. പുറത്തതേമാതിരി അങ്ങനെ നമ്മുടെ നാടടിക്കുന്നുണ്ട്.
നാണയം ഫാസ്റ്റാണ്. അങ്ങനൊരു ഭാഗത്ത് നാസർ നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിറയിൽ പറഞ്ഞാൽ കറക്റ്റ് ആവണം. നിറയിലും നാടടിയൊക്കെ കറക്റ്റ് ആകുമ്പോഴേ ചിരട്ടയ്ക്ക് വെള്ളം ഇറങ്ങാതെ നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് എടുക്കണം. അപ്പോൾ നാസർ നിറയുവിൻ്റെ വേഗം തന്നെ സാഹചര്യം നാടടിച്ചു. നാസറിൻ്റെ നാടൊക്കെ അടിച്ച് വൃത്തിയായിട്ട് ചെയ്യും. പിന്നെ ഈ നാടടിക്കുന്നതിൻ്റെ ഈ റബ്ബറിൻ്റെ ബാഗ് നല്ലൊരു ബാഗിൻ്റെ സ്ഥലം കാണാം. അതൊക്കെ പാടം വീടൊക്കെ അത് ഞാനത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോക്ക് പോകേണ്ട പരിപാടിയാണ്. അതിന് മുന്നേ ഞാനൊരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പാടമുണ്ട്. ആ പാടത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് സ്ഥലം ചോദിച്ചാൽ ചെറുകോടാണ്. ചെറുകോട് കോട്ടക്കുന്ന് ഭാഗമാണ്. ഞാൻ ആ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. അതായത് നല്ല ഭംഗിയാണ് കാണാൻ. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ കളിച്ച ഗ്രൗണ്ട്, അതായത് പാടത്തിൻ്റെ ഗ്രൗണ്ട്, അതൊക്കെ ഒരു ഫീൽ തന്നെയാണ്. ഇരിപ്പിടം, ഒരു വീട് പാടത്തിൻ്റെ തലത്ത്, അതായത് പാടത്തിൻ്റെ അക്കരെ. അപ്പോൾ അടുത്ത സ്ഥലം വാണിയമ്പലാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം എന്നാൽ ഓക്കെ.